നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കാഹളം. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഏപ്രിൽ 12-ന് ഉപതെരഞ്ഞെടുപ്പ്. അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് 24-ന്. വോട്ടെണ്ണൽ ഏപ്രിൽ 17-ന്. ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഥമ പരിഗണന പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മണ്ഡലമായ RK നഗറിലും അടുത്ത മാസം 12-ന് വോട്ടെടുപ്പ്. ഇരു മണ്ഡലങ്ങൾക്കും പുറമെ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും വിവിധ സംസ്ഥാനങ്ങളിലെ 12 നിയമസഭാ സീറ്റിലേക്കും. സഭാതലം കയ്യാങ്കളിയിൽ. കൊച്ചിയിലെ സദാചാര ഗുണ്ടായിസത്തിൽ പ്രക്ഷുബ്ധമായി കേരള നിയമസഭ. അക്രമം അഴിച്ചുവിട്ട ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തതാണോ എന്ന് മുഖ്യമന്ത്രി. പരാമർശം വിവാദമായതോടെ നടുത്തളത്തിലിറങ്ങി ഭരണ പ്രതിപക്ഷ MLA-മാരുടെ പോർവിളിയും പ്രതിഷേധവും. പ്രസ്താവന പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. അതേസമയം പ്രതിപക്ഷാംഗം തനിക്ക് നേരെ ആക്രോശിച്ചെന്ന് പിണറായി. ഒരു മുഖ്യമന്ത്രിക്ക് നേരെ സഭയിൽ ഇത്തരമൊരു അതിക്രമം ഇതാദ്യമെന്നും അതിനെതിരെ പ്രതികരിക്കുക മാത്രമാണ് ചെയ്തതെന്നും വിശദീകരണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാദം കള്ളമെന്ന് രമേശ് ചെന്നിത്തല. ബഹളത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച സഭ വീണ്ടും തുടങ്ങിയെങ്കിലും പ്രതിപക്ഷം നടപടികൾ ബഹിഷ്കരിച്ചു. സഭയിൽ നടന്നത് നിർഭാഗ്യകരമായ സംഭവങ്ങളെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. പ്രസംഗങ്ങളിലും പ്രവൃത്തികളിലും അംഗങ്ങൾ സംയമനം പാലിക്കണമെന്നും വിമർശനം. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ മറൈൻ ഡ്രൈവിൽ SFI, DYFI സംഘടനകളുടെ നേതൃത്വത്തിൽ സ്നേഹ ഇരിപ്പു സമരം. വൈകിട്ട് ചുംബന സമരത്തിന് ആഹ്വാനം ചെയ്ത് കിസ് ഓഫ് ലവ് പ്രവർത്തകരും. അക്രമം തടയുന്നതിൽ വീഴ്ച വരുത്തിയ സെൻട്രൽ SI S വിജയശങ്കറിന് സസ്പെൻഷൻ. പുൽവാമയിൽ ഏറ്റുമുട്ടൽ. ജമ്മു കാശ്മീർ പുൽവാമയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. പദ്ഗാംപോറ മേഖലയിൽ ഒളിച്ചിരുന്ന തീവ്രവാദികൾക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ 2 ലഷ്കർ ഭീകരർ കൊല്ലപ്പെട്ടതായി CRPF. കൂടുതൽ പേർക്കായി തിരച്ചിൽ തുടരുന്നു. പുൽവാമ ജില്ലയിൽ തീവ്രവാദി സാന്നിധ്യമുണ്ടെന്ന് സുരക്ഷാ സേനയ്ക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. 4 ദിവസത്തിനിടെ പ്രദേശത്തുണ്ടാകുന്നത് 2ാമത്തെ ഏറ്റുമുട്ടൽ. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 2 തീവ്രവാദികളും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു. ഗോളിൽ ആറാടി ബാഴ്സ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണയ്ക്ക് സ്വപ്നതുല്യ തിരിച്ചുവരവ്. ഫ്രഞ്ച് ചാമ്പ്യന്മാരായ PSG-യെ 1-6 ഗോളുകൾക്ക് മുട്ടുകുത്തിച്ച് മെസ്സിപ്പട ക്വാർട്ടറിൽ. മത്സരം തുടങ്ങി 3-ാം മിനിറ്റിൽ സുവാരസിലൂടെ മുന്നിലെത്തിയ ബാഴ്സ അവസാന 8 മിനിറ്റിൽ നേടിയത് 3 ഗോളുകൾ. നെയ്മർക്ക് 2-ഉം മെസ്സി, കുർസാവ, സെർഗി താരങ്ങൾക്ക് ഓരോ ഗോൾ വീതവും. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2720 രൂപ, പവൻ 21,760 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30-ന്. നമസ്കാരം.